അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓരോ ദിവസവും നമ്മുടെ നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മയൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ്, നമ്മയൊക്കെ വല്ലാതെ വേദനയിലാക്കുന്നതാണ്. എങ്ങോട്ടാണ് നമ്മുടെ നാടിൻ്റെ പോക്ക്, നമ്മുടെ നാട്ടിലെ യുവാക്കളുടെ പോക്ക്, നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളുടെ പോക്ക്? ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്തായിരിക്കും? എത്രയെത്ര ഹീനമായ കൊലപാതകങ്ങളുടെ വാർത്തകളാണ് ദിനേന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് ഒരു ചെറുപ്പക്കാരൻ 5 പേരെ ക്രൂരമായി, തൻ്റെ കുടുംബത്തിൽ 5 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ വാർത്തകൾ നമ്മളിങ്ങനെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ അപ്പോൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ ഒരു 10ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥിയെ മറ്റു 10ാം ക്ലാസ്സുകാരായ വിദ്യാർത്ഥികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ വാർത്ത നമ്മൾ കേൾക്കുന്നത്. ഇന്ന് നമ്മൾ കേൾക്കുന്നത് ആ കുട്ടി ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ളതാണ്. ഒരു 10ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥി, അടുത്ത ദിവസം SSLC പരീക്ഷ എഴുതേണ്ടുന്ന വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥിയാണ് മറ്റു വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ. ആ കുട്ടികളുടെ ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ മനസ്സ്, നമ്മുടെ നാട്ടിലെ യുവാക്കളുടെ മനസ്സ് അത് പൈശാചികമായി മാറുന്നു എന്നുള്ളതാണ്. സിനിമയും ലഹരിയും നമ്മുടെ യുവതയെ, നമ്മുടെ വിദ്യാർത്ഥികളെ ക്രൂരന്മാരാക്കി മാറ്റുന്നുണ്ട്. അവർക്ക് സംരക്ഷണം നൽകുന്ന ഒരു നിയമവും നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് തന്നെ ഇവർക്കൊന്നും പേടിയില്ലാതെ ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് നിലവിൽ നമ്മുടെ നാട്ടിലെ അവസ്ഥ. മുഹമ്മദ് ഷഹബാസ് എന്ന പേരുള്ള 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അടുത്ത ദിവസം 10ാം ക്ലാസ്സിൽ SSLC പരീക്ഷ എഴുതേണ്ടുന്നൊരു വിദ്യാർത്ഥി, ഒരു കുടുംബത്തിൻ്റെ സ്വപ്നമായൊരു വിദ്യാർത്ഥി, ഇഖ്ബാൽ എന്നു പേരുള്ള ഒരു ഉപ്പയുടെ മൂത്ത മകൻ മുഹമ്മദ് ഷഹബാസ്. ആ കുട്ടിയാണ് ഇന്നലെ രാത്രി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ് മറ്റു കുട്ടികൾ ചേർന്ന് ഈ കുട്ടിയെ മർദ്ദിക്കാനുള്ള കാരണം? നിസ്സാരമായ കാരണം. ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ വലിയ ഗുണ്ടകളല്ല, വലിയ ഗുണ്ടകളെപ്പോലും നാണിപ്പിക്കുന്ന രീതിയിൽ ചെറിയ കുട്ടികൾ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് ഈ ക്രൂരത ചെയ്തിട്ടുള്ളത്. ഒരു ട്യൂഷൻ സെൻറ്ററിൽ നടന്ന ഒരു സെൻറ്റ് ഓഫ് പരിപാടി, ആ പരിപാടിക്കിടെ നടന്ന ചെറിയൊരു കശപിശ. 2 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഒരു ട്യൂഷൻ സെൻറ്ററിൽ അവർ ട്യൂഷൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ സെൻറ്റ് ഓഫിൻ്റെ ഭാഗമായി ഒരു സ്കൂളിലെ കുട്ടികൾ ഡാൻസ് അവതരിപ്പിച്ച സമയത്ത് അതിൻ്റെ പാട്ടൊന്ന് നിന്നു പോകുന്നു. ആ സമയത്ത് മറ്റു സ്കൂളിലെ കുട്ടികൾ അതിനെ കൂവി കളിയാക്കുന്നു. അതൊരു നിസ്സാരമായി തള്ളിക്കളയേണ്ടുന്ന വിഷയം. ആ ഒരു കൂവലിനെതിരെ അവിടെ തന്നെ 2 സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ പരസ്പരം വാക്കുതർക്കവും മറ്റുമൊക്കെ ഉണ്ടാകുന്നു. ഈ ട്യൂഷൻ സെൻറ്ററിലെ അധികൃതർ, അധ്യാപകർ ചേർന്ന് അവരെ പരസ്പരം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി 2 കൂട്ടരെ 2 വഴിക്ക് വിടുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ ഒരു സംഭവമൊക്കെ നടക്കുന്നത്. അത് കഴിഞ്ഞ് പിരിഞ്ഞുപോയ വിദ്യാർത്ഥികൾ അവർ വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, ഇൻസ്റ്റഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ആ സ്കൂളിലെ വിദ്യാർത്ഥികളെ പാഠം പഠിപ്പിക്കണം, അവരെ നമ്മൾ മർദ്ദിക്കണം എന്നൊരു തീരുമാനമെടുക്കുന്നു. എന്നിട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച ഈ കുട്ടികൾ പരസ്പരം മർദ്ദിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അടികൂടുന്നതിന് വേണ്ടി കുട്ടികൾ ഒരുമിച്ച് കൂടുന്നു. മുഹമ്മദ് ഷഹബാസ് എന്ന പേരുള്ള ഇഖ്ബാലിൻ്റെ മകൻ, താമരശ്ശേരി ചുങ്കത്ത് പാറോലക്കുന്ന് ഇഖ്ബാലിൻ്റെ മകൻ മുഹമ്മദ് ഷഹബാസ്, അവൻ ഈ ട്യൂഷൻ സെൻറ്ററിലൊന്നും പഠിക്കാത്ത കുട്ടിയാണ്. പക്ഷേ ആ കുട്ടി പഠിക്കുന്ന എളവറ്റിൽ വട്ടോളി JM ഹയർ സെക്കൻഡറി സ്കൂളിലെ തൻ്റെ കൂട്ടുകാർ വന്ന് വിളിച്ചപ്പോൾ കൂട്ടുകാരോടൊപ്പം ബൈക്കിൽ ഇറങ്ങിപ്പോയ കുട്ടിയാണ്. ആ കുട്ടിയെയാണ് മറ്റു കുട്ടികൾ വളരെ ക്രൂരമായി മർദ്ദിച്ചിട്ടുള്ളത്. നെഞ്ചക്കൊക്കെ ഉപയോഗിച്ചൊരു കുട്ടിയെ വളരെ ക്രൂരമായി മറ്റു കുട്ടികൾ മർദ്ദിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളുടെ മാനസികാവസ്ഥ, അവരുടെ മനസ്സിലുള്ള ആ ഒരു ക്രിമിനൽ സ്വഭാവം എത്രമാത്രം ഭയാനകമാണ്. രാത്രി വീട്ടിൽ വന്ന് കിടന്ന കുട്ടിയാണ് പിന്നീട് ഛർദ്ദിക്കുന്നു. വീട്ടുകാർ ചേർന്ന് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നു. അവിടെ നിന്ന് ഇത് സീരിയസ് ആണ്, ഉടനെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കണമെന്ന് പറയുന്നു. അങ്ങനെ മെഡിക്കൽ കോളേജിലെത്തിയ കുട്ടിയാണ് കഴിഞ്ഞ രാത്രി മരണപ്പെട്ടത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളുടെ നിലവിലെ അവസ്ഥ, സിനിമയും അല്ലെങ്കിൽ ലഹരിയുമൊക്കെ കുട്ടികളെ അതിക്രൂരന്മാരാക്കി മാറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെയല്ലേ ഇതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കുട്ടികളുടെ വാട്സപ്പ് സന്ദേശങ്ങൾ, കുട്ടികളുടെ ഇൻസ്റ്റാഗ്രാം സന്ദേശങ്ങളിൽ നിന്ന് കുട്ടികളും അത് മനസ്സിലാക്കിയിരിക്കുന്നു. കുട്ടികൾ തന്നെ പരസ്പരം അവർ ചർച്ച ചെയ്യുന്നത്, ഒരു കൂട്ടത്തല്ലിനിടെ ഒരാൾ കൊല്ലപ്പെട്ടാലൊന്നും അതൊന്നും ഒരു പ്രശ്നമല്ല, നമുക്കെതിരെ കേസൊന്നും എടുക്കില്ല, കേസൊക്കെ തള്ളിപ്പോകും, നമ്മൾ കുട്ടികളാണ്, അവനെ ഞാൻ 4 കുത്താണ് കണ്ണിന് കുത്തിയത്, 1 കുത്തുകൂടി കുത്തിയിരുന്നെങ്കിൽ അവനപ്പോൾ തന്നെ മരിച്ചു വീണേനെ എന്നൊക്കെ ഒരു കുട്ടികൾ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പരസ്പരം ചർച്ച നടത്തുമ്പോൾ
കുട്ടികളുടെ മനസ്സിലുള്ള ആ ഒരു അക്രമവാസന എത്രത്തോളം വലുതാണ്. എങ്ങനെ കുട്ടികൾ ഈ ഒരു അക്രമവാസനയിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ ആക്രമിക്കുന്നതിലേക്ക് കുട്ടികൾ എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? നമ്മുടെ നാട്ടിലെ സിനിമകൾ, അതിലൂടെ കാണുന്ന ഇത്തരം പരസ്പരമുള്ള അടിയും കൊലപാതകങ്ങളും അതിനൊക്കെ അവർക്കറിയാം. നമ്മുടെ നാട്ടിൽ അതിന് പുറമെ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ ഏതായാലും എത്ര വലിയ ക്രൂരത ചെയ്താലും ഒരാളെയും തൂക്കിക്കൊല്ലാൻ പോകുന്നില്ല. അല്ലെങ്കിൽ കുറച്ച് കാലം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നിയമ നടപടികൾ ഉണ്ടാകും, കുറച്ച് കാലം ജയിലിൽ കിടക്കേണ്ടി വരും, വീണ്ടും സുഖമായി പുറത്തിറങ്ങാൻ കഴിയും എന്നുള്ള കുട്ടികൾ തന്നെ നമ്മുടെ നാട്ടിൽ ഈ ഒരു അവസ്ഥയും നിയമവും ഒക്കെ കുട്ടികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു കൊണ്ടുവരുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലെ കുട്ടികളെയൊക്കെ ആലോചിക്കുമ്പോൾ, നമ്മുടെയൊക്കെ മക്കളെയൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത വേദന തോന്നണം. അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.